ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. അതൊരു തിയറം ആയിട്ടാണ് നിങ്ങളുടെ നോട്ടിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. നത്തിങ് എൽസ്. തിയറത്തിന്റെ പ്രൂഫ് ഒന്നും വലിയ വിഷയമല്ല. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ലെറ്റ് എഫ് സ്മോൾ എഫും സ്മോൾ ജിയും രണ്ട് ഫംഗ്ഷൻ ആൻഡ് എയും ബിയും ഏതെങ്കിലും കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അങ്ങനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല നമ്മുടെ എഫിന്റെയും ജിയുടെയും ലീനിയർ ട്രാൻസ്ഫോം ഫൊറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നു. ഫൊറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഫൊറിയർ ട്രാൻസ്ഫോം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ആൻഡ് ജി. ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ആൻഡ് ജി. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ആൻഡ് ജി. അയാൾക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് ഇയാളാണ്. കണ്ട, എഫ് ഓഫ് എഫ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് ജി. ആ കോൺസ്റ്റന്റുകളെയൊക്കെ പുറത്തെടുത്ത് പ്രത്യേകം എടുത്താൽ മതി. പ്രത്യേകം ലീനിയർ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ എഫ് പ്ലസ് ബി ജി. അതായത് എ എഫിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ജിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇയാളുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പ്രത്യേകം ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് എയും ബിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് എഴുതിയാൽ മതി. ആൻഡ് ദാറ്റ് ഇസ് ലീനിയർ പ്രോപ്പർട്ടി ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോമിന് ഇങ്ങനെ ഒരു ലീനിയർ പ്രോപ്പർട്ടി ഉണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോമിന് ഇങ്ങനെ ഒരു ലീനിയർ പ്രോപ്പർട്ടി ഉണ്ട്. പ്രൂഫ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പാൻഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇസ് നോട്ട് വർത്ത് ഓഫ് എ പ്രൂഫ്. ഒരു ലെക്ചറിന് വർത്ത് അല്ല പ്രൂഫ്. അല്ല, പ്രൂഫിന് വർത്തല്ല എന്നല്ല, ഒരു ലെക്ചറിന് വർത്തല്ല ഒരു അതിന്റെ പ്രൂഫ്. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ അതിന്റെ പ്രൂഫ് സ്വയം ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നത്തിങ് ലൈക്ക് ദാറ്റ്. ഒരു കാര്യമില്ല ഇതിൽ. അപ്പൊ നെക്സ്റ്റ് തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. Let f of x be a continuous function. Let f of x be continuous on the x-axis. On the x-axis. X-axis continuous ആണ്. അതായത് റിയൽ ലൈനിൽ മൊത്തത്തിൽ ആള് കണ്ടിന്യൂസ് ആണ്. And f of x tends to 0. F of x tends to 0 as mod x tends to infinity. Mod x tends to infinity. Mod x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും, അതാണ് മോഡ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും എഫ് ഓഫ് എക്സ് സീറോയിലേക്ക് പോകും. അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ് എഫ്. കണ്ടല്ലോ. Furthermore, dash of x, അതായത് എഫിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് absolutely integrable. Absolutely integrable എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്. അയാളുടെ മോഡുലസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എഫ് ഡാഷ് ഇരിക്കുന്നത്. ഇന്റഗ്രബിൾ ഓൺ ദ എക്സ് ആക്സിസ്. Absolutely integrable on the x-axis. കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ. അതായത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കണം, എഫ് ഓഫ് എക്സ് സീറോയിലേക്ക് പോകണം, എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ആയിരിക്കണം. അതായത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ മോഡുലസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഇതാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് ഡെറിവേറ്റീവിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. കണ്ടല്ലോ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇൻറ്റു ഐ ഇൻറ്റു ഡബ്ല്യു. അത്രേ ഉള്ളൂ. ഇൻറ്റു ഐ ഇൻറ്റു ഡബ്ല്യു. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടും. കണ്ടല്ലോ. ശരി. അപ്പൊ നമുക്ക് നേരെ പ്രൂഫിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് മനസ്സിലാകാനൊന്നുമില്ല. നേരെ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. എന്താണ് പ്രൂഫ് എന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. എഫ് ഓഫ്
f dash of x. അതായത് Fourier transform of f dash of x. By the definition അതെന്താണ് 1 by root 2 pi integral minus infinity to infinity എന്താണ് ഫംഗ്ഷന്റെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കുന്നത് f dash ആണ്. Therefore f dash of x into e raised to minus I wx dx minus I wx dx. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്, രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്താണ് പ്രോഡക്റ്റ് ബൈ പാർട്സ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെയും രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് നമ്മുടെ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സിനെ എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സിനെയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിനെ എടുക്കുന്നു. ആൻഡ് വി ആർ ഇന്റഗ്രേറ്റിംഗ് ബൈ പാർട്സ്. കോൺസ്റ്റന്റ് പുറത്തേക്ക് ഇട്ടു. ദെൻ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇയാളുടെ ഡെറിവേറ്റീവ് ഇത് തന്നെയാണ്. എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ്. മൈനസ് ഐ ഡബ്ല്യു കോൺസ്റ്റന്റ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അയാളെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്താണ് ഇന്റഗ്രൽ ഓഫ് എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dx the whole into dx. കണ്ടല്ലോ, whole into dx. Now ആ കാര്യങ്ങൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. 1 by root 2 pi e raised to minus I wx. f ഡാഷിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ എടുത്താൽ ഫംഗ്ഷൻ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും, അതായത് f of x. കൂടെ ആ ലിമിറ്റും കൂടെ കൊടുക്കണേ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കഴിഞ്ഞു. ഇനി അടുത്ത് ഇന്റഗ്രലിൽ മൈനസ് ഐ ഡബ്ല്യുവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തുള്ള മൈനസും കൂടെ ചേർന്ന് അത് പ്ലസ് ആകും, പ്ലസ് ഐ ഡബ്ല്യു ആകും. ഇന്റഗ്രൽ ഉണ്ട്. ഇവിടെ ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അത് എഫ് ഓഫ് എക്സ് ആകും. അയാളെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഉണ്ട്, ഡി എക്സ് ഉണ്ട്. ഇന്റഗ്രലിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഇറ്റ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നൗ നമ്മൾ ഇയാളെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. നെക്സ്റ്റ് പേജിൽ എഴുതാം. അപ്പോ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടി? 1 by root 2 pi എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടിയത്. ലിമിറ്റ് കൊടുക്കണം, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു ഇൻറ്റു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് ഐ ഡബ്ല്യു ഇൻഫിനിറ്റി എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. പിന്നെ അടുത്ത ആളെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് കേട്ടോ. എന്താണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, സോറി ഒരു ഐ ഡബ്ല്യു ഉണ്ടായിരുന്നു, അയാളെ വിട്ടുപോയി. ഐ ഡബ്ല്യു ഉണ്ടായിരുന്നു. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ്. കണ്ടല്ലോ, നമ്മൾ ഈ തിയറത്തിൽ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും എഫ് ഓഫ് എക്സ് സീറോയിലേക്ക് പോകുന്നു. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും എഫ് ഓഫ് എക്സ് സീറോയിലേക്ക് പോകുന്നു. അതായത് ഈ വാല്യൂ സീറോ ആവും, ഈ വാല്യൂ സീറോ ആവും. അതായത് ഇവിടെ 0 - 0 എന്നാകും, 0 - 0 എന്നാകും. ഇപ്പൊ 1 by root 2 pi 0 - 0 പ്ലസ് ഐ ഡബ്ല്യു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ്. കണ്ടല്ലോ, ഓക്കെ. അപ്പൊ നമുക്ക് ഇയാളെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഐ ഡബ്ല്യു 0 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1 by root 2 pi മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ്. ഈ കാണുന്ന ഇയാളല്ലേ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്? ആണല്ലോ, ഇയാളാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. സോ വി വിൽ റൈറ്റ് ഐ ഡബ്ല്യു ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ്
f of x. Hence the desired result is proved. അതായത് f of Fourier transform of f dash of x is equal to IW into Fourier transform of f of x. Hence we are proved. Hence prove ആയി കഴിഞ്ഞു. കണ്ടല്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രൂഫ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യം ഇതാണല്ലോ. എന്താണ് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? IW ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുകയാണ്. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എഫ് ഡാഷിന്റെ ഇന്റഗ്രൽ ആണല്ലോ അല്ലെ. എഫ് ഡാഷിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണല്ലോ എഫ് ഡബിൾ ഡാഷ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് സ്ക്രിപ്റ്റ് ഓഫ് എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്? IW ഇൻറ്റു സ്ക്രിപ്റ്റ് ഓഫ് എഫ് ഡബിൾ ഡാഷിന്റെ ഇന്റഗ്രൽ ആരാണ്? എഫ് ഡാഷ് ഓഫ് എക്സ്. ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇവിടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഇവിടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ്, ഇയാളുടെ ഫംഗ്ഷൻ ഏതായിരിക്കും? എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡബിൾ ഡാഷ്. ആ ലോജിക്ക് വെച്ച് കൊടുത്തതാണ്. therefore which is equal to IW into f of f dash of x എന്താണ്? ദേ കിടക്കുന്നത്. അതായത് IW into script of f of x ആണല്ലോ, സ്ക്രിപ്റ്റ് ഓഫ് f of x. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I into y minus 1 ആണ്. therefore minus W into W സ്ക്വയർ ആണ് ആൻഡ് സ്ക്രിപ്റ്റ് ഓഫ് f of x. കണ്ടല്ലോ, സ്ക്രിപ്റ്റ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f double dash of x is equal to minus W square f of x. Script of Fourier transform of f of x. That's it. കണ്ടല്ലോ. സിമിലർലി നിങ്ങൾക്ക് f triple dash, f fourth derivative, f fifth derivative എല്ലാം നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് f of x കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സിമിലർ പാറ്റേണിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രശ്നമില്ല. ഇവിടെ അത് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ നിങ്ങൾക്ക് ആദ്യത്തെ പാഠം അറിയാം, നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി, ഇങ്ങനെ ഒരു സിമിലർ പ്രോപ്പർട്ടി നമ്മൾ അവിടെ ഒന്ന് കണ്ടിരുന്നു. എന്താണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ അവിടെ വെച്ച് അത് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. സോ നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ബട്ട് സ്റ്റിൽ പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. കൈൻഡ് ഓഫ് ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും ചോദിക്കാം. ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ബട്ട് ദിസ് ഇസ് നോട്ട് കൺവിൻസിങ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഇയാളുടെ ഒരു യൂസേജ് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രം പറയുന്നതേ ഉള്ളൂ. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എന്താണ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഇയാളെ ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്താൽ കൈൻഡ് ഓഫ് ഇല്ല, പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്താലും പ്രശ്നങ്ങൾ വരാൻ, അതായത് അതിൻ്റെ ഇതില് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പൊ ടൈം ബീങ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷെ എനിക്ക് ഉറപ്പില്ല കേട്ടോ, അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. That is 1/√2 pi integral minus infinity to infinity function എന്താണ് x e raised to minus x square into e raised to minus IWX dx. ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഇയാളെ ഒന്ന് ചേർക്കാനായിട്ട് 1/√2 pi integral minus infinity to infinity x e raised to minus x square plus IWX dx. കണ്ടോ, ഞാൻ ഇങ്ങനെ അയാളെന്ന് ചേർത്ത് എഴുതി, പ്രശ്നമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് IWXനെ ഞാൻ DX എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സോറി, DX അല്ല, സം യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണേ. some kind of u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ആസ് ആൾവേസ് നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. 2x dx പ്ലസ് IW ആണ്.
ഇൻറ്റു വീണ്ടും ഡി എക്സ് വരും, ഇൻറ്റു വീണ്ടും ഡി എക്സ് വരും, is equal to du and dx 2x plus iw into dx, iw into dx equal to du. അപ്പോൾ it's messy ആണ്, ഇത് നടക്കത്തില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല, അത് പാടാണ്. അപ്പോൾ കാരണം നമുക്ക് ഇന്റഗ്രേഷൻ നമ്മൾ കാര്യമായി ഹയർ ലെവൽ ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തിട്ടില്ല, കാരണം മാത്സുകാർക്ക് ഇന്റഗ്രേഷൻ അത്ര ഹയർ ലെവലിൽ ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കൈൻഡ് ഓഫ് അവർക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റുന്നുണ്ട്, കണ്ടല്ലോ. നമുക്ക് ട്രിക്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ആ കാര്യത്തെ പറ്റി ബോധേർഡ് അല്ല, least bothered, we are least bothered about that kind of stuff, so don't worry. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷനിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കൂടുതൽ അതിന്റെ സൊല്യൂഷൻ ഒക്കെ ചെയ്യണം. നമുക്കത് റിലവന്റ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ആസ് ആൾവേസ് സ്റ്റക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കപ്പോൾ വേറൊരു മെത്തേഡ് നോക്കാം. ഇവിടെ പറയുന്ന മെത്തേഡ് ഞാനൊന്ന് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയാൻ ഞാനൊന്ന് പരീക്ഷിച്ചെന്നേ ഉള്ളൂ, നേരത്തെ ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോ -1/2 e raised to -x², ഇയാളുടെ ഡെറിവേറ്റീവ് ഞാൻ കാണുകയാണ്. നമുക്ക് നോക്കാം. -1/2 കോൺസ്റ്റന്റ് ആണ്, ഒന്നും വിഷയമില്ല. e raised to -x² ഡെറിവേറ്റീവ് e raised to -x² into -2x. അപ്പോൾ 2 × 2 വെട്ടിപ്പോവും, മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. അങ്ങനെ x e raised to -x², അതായത് x e raised to -x² എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? x e raised to -x² ഫോറിയർ ട്രാൻസ്ഫോം ആണ്. x e raised to -x² ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഈ പുള്ളിക്കാരൻ ആരാണ്? -1/2 × e raised to -x² ഡെറിവേറ്റീവ്, ഇയാളുടെ ഡെറിവേറ്റീവ് ആണ്. ഈ പുള്ളിക്കാരന്റെ ഡെറിവേറ്റീവ് ആണ്. -1/2 ഡെറിവേറ്റീവ് കൊടുക്കാത്തത് -1/2 ഡെറിവേറ്റീവ് അഫക്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. -1/2 കോൺസ്റ്റന്റ് ആണ്. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആണല്ലോ, ഇതാണ്. അപ്പോൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് I × W × ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് I × W × ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e raised to -x². ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e raised to -x² നിങ്ങൾ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള സ്റ്റക്ക് അനുഭവപ്പെടും. കാരണം ഇന്റഗ്രേഷൻ നമുക്ക് കാര്യമായി അറിയാൻ പാടില്ല, കാരണം ഹയർ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതിന്റെ പ്രോബ്ലം ആണ്. ഡോണ്ട് വറി, നിങ്ങളുടെ നോട്ടിൽ ഞാൻ ഫോർവേഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഇതുവരെ പഠിച്ച ഫോർമുലാസ് എല്ലാം ആണ് ചെയ്യുന്നത്, അവിടെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഫോർമുലാസിന് we have a formula called f of e raised to -ax². ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല അവർ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. അതിൽ ചില ഫോർമുലകൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു ഫോർമുലയാണ് ഇയാള്. അപ്പൊ ഇയാളെ പഠിക്കണം. ഫോറിയർ ട്രാൻസ്ഫോം e raised to -ax² എന്ന് പറയുന്നത് 1/√2a e raised to -w² divided by 4a. നിങ്ങൾ അറിയണം, ഈ കാര്യം നേരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയി ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചിലർക്ക് ഇന്റഗ്രേഷന്റെ കൂടുതൽ അഡ്വാൻസ് ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാം. അല്ല, നിങ്ങളുടെ ഒരു ലെവലിൽ പഠിക്കുന്ന ലെവലിൽ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞ് ചെയ്ത് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് ഫോർമുല. e raised to -ax² ഇന്റഗ്രൽ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, എന്തായിരിക്കും ഇവിടത്തെ അവസ്ഥയെന്ന് നമുക്കൊന്ന് നോക്കാം. IW എയുടെ സ്ഥാനത്തുള്ളത് 1 ആണ് കേട്ടോ. എയുടെ സ്ഥാനത്തുള്ളത് 1 ആണ്. Therefore എന്താണ് 1/√2 × a. a 1 ആണ്, അപ്പോൾ 1/√2. e raised to എന്താണ് -w² divided by 4 × a ആണ്. a 1 ആണ്, അപ്പോൾ by 4. Therefore
Final answer will be like minus IW by 2 root 2 e raised to minus W square divided by 4. This is your final answer. കൺവിൻസിംഗ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് സ്റ്റിൽ ചില ഫോമുലകൾ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഹയർ ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോമുല ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. കൈൻഡ് ഓഫ് ദിസ് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഫോമുലാസ് കുറച്ച് പേര് ഫൊറിയർ ഇന്റഗ്രലുടെ ഫോമുല ആയിട്ട് അവസാനത്തെ 3 പേജ് ആയിട്ട് നിങ്ങളുടെ നോട്ടിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എഴുതി പഠിക്കാൻ നോക്കുക. ഫോമുലയല്ലേ, എഴുതി പഠിക്കാൻ നോക്കുക. അങ്ങനെ ഒരുപാട് ഫോമുല ഉണ്ട് നമ്മുടെ ഈ രണ്ട് പാഠത്തിലും, നമ്മുടെ രണ്ട് പാഠത്തിലും. അപ്പോൾ ഫോമുല എല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കുക. That's it. Now, final section, convolution. Final section, convolution. കൺവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, വേറൊന്നും അല്ല. എന്താണ്? എഫ് സ്റ്റാർ ജി ഓഫ് എക്സ്. കൺവല്യൂഷൻ എഫ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ്? എഫ് ഓഫ് പി. എഫ് ഓഫ് പി പണ്ട് നമ്മൾ വേറെ ഏതോ വേരിയബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് പി എക്സ് മൈനസ് പി ഡി പി, ഓർ ഇത് മാറ്റിയും കൊടുക്കാം കേട്ടോ. എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് മൈനസ് പി ജി ഓഫ് പി ഡി പി. അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൺവല്യൂഷന്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ ഇതാണ് കൺവല്യൂഷൻ. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൺവല്യൂഷൻ ഇതാണ്, എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മൂവിങ്. കൺവല്യൂഷനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം പഠിപ്പിച്ചിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ്. നൗ മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് തിയറം കോൾഡ് കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം. അപ്പോ കണ്ടോ, നിങ്ങളുടെ പണ്ടും ഒരു കഴിഞ്ഞ പാഠത്തിൽ ഒരു കൺവല്യൂഷൻ തിയറം ഉണ്ട് കേട്ടോ. പണ്ടും ഒരു കൺവല്യൂഷൻ തിയറം ഒരാളുണ്ട്, ഇവിടെ ഒരു കൺവല്യൂഷൻ തിയറം ഉണ്ട്. സോ അതൊന്ന് എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് കൺവല്യൂഷൻ തിയറം ഒന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുമ്പോഴേ ഒന്ന് നോക്കട്ടെ. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്ന 2 പേരുണ്ട് കേട്ടോ. കഴിഞ്ഞ പാഠത്തിൽ ഒരു കൺവല്യൂഷൻ തിയറം ഉണ്ട്, ഈ പാഠത്തിൽ ഒരു കൺവല്യൂഷൻ തിയറം ഉണ്ട്. പിന്നെ ഇവിടെ പറയുന്ന കൺവല്യൂഷൻ മറ്റേ കൺവല്യൂഷനേക്കാൾ ചെറിയൊരു ഡിഫറൻസും ഉണ്ട് കേട്ടോ. ഇന്റഗ്രലിന് അവിടെ 0 to t ആയിരുന്നു ഇന്റഗ്രൽ എങ്കിൽ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയാണ് ഇന്റഗ്രൽ. അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് കൂടെ ഇവിടുത്തെ കൺവല്യൂഷൻ ഉണ്ട്. അപ്പൊ കൺവല്യൂഷൻ തിയറം എന്ന് വെറുതെ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൺവല്യൂഷൻ തിയറമാണ്. ഇതിൽ ഏതെഴുതിയാലും മാർക്ക് തരേണ്ടതാണ് കേട്ടോ. അവിടെയും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായി ഇയാൾ കൺവല്യൂഷൻ തിയറം ആണെന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൺവല്യൂഷൻ തിയറം ആണെന്ന് കൃത്യമായ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ തരികയാണ്, അതായത് ഫൊറിയർ ട്രാൻസ്ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത കൺവല്യൂഷൻ ആണെങ്കിൽ ഇയാളാണ് എഴുതാനുള്ളത്. ഇന്റഗ്രൽ ട്രാൻസ്ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത കൺവല്യൂഷൻ ആണെങ്കിൽ പഴയതാണ്, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് എഴുതാനുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കൺവല്യൂഷൻ തിയറം. അപ്പൊ 2 കൺവല്യൂഷൻ തിയറം നിങ്ങൾക്കുണ്ട്. ഏത് കൺവല്യൂഷൻ തിയറം ഒന്ന് കൺവല്യൂഷൻ തിയറം ഒന്ന് മാത്രം ചോദിച്ച ഇൻസ്റ്റന്റ് ഉണ്ട് കേട്ടോ. രണ്ടിടത്ത് ഇതിൽ മാത്രം അതിലുള്ള കൺവല്യൂഷൻ. അപ്പൊ നിങ്ങൾ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. 2 കൺവല്യൂഷൻ തിയറം ആണ്. ദിസ് ഇസ് അനദർ വൺ. ഓക്കെ, വേറൊരു കൺവല്യൂഷൻ തിയറം ആണ്. പക്ഷെ ഇവിടുത്തെ കൺവല്യൂഷന് തന്നെ ചെറിയൊരു മാറ്റമുണ്ട്. അവിടെ 0 to t ആയിരുന്നു ഇന്റഗ്രൽ, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയാണ് ഇന്റഗ്രൽ. ആ ഇന്റഗ്രൽ സിമ്പലിന് മാത്രം മാറ്റമുണ്ട്. അപ്പോൾ മൂവിങ് ഓൺ, ഞാൻ കൺവല്യൂഷൻ തിയറം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെന്ന് നോക്കാം. സപ്പോസ് that f of x and g of x are piecewise continuous function. Piecewise continuous, piecewise continuous, bounded and absolutely integrable, and absolutely integrable. അതാണ് അവസ്ഥ. ഓക്കെ, അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആണ് ഓൺ ദ എക്സ് ആക്സിസ്. ഇതൊക്കെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞേക്കുന്ന ഡിസ്ക്രിപ്ഷൻ മൊത്തം. അങ്ങനെയാണെങ്കിൽ
then Fourier transform of convolution of f and g. രണ്ട് ഫംഗ്ഷന്റെ കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് √2π ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. രണ്ടുപേരുടെ കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോഡക്റ്റ് കൂടെ ഒരു √2πനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കാര്യം കഴിയും. കണ്ടല്ലോ, കൂടെ √2πനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കാര്യം കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺവല്യൂഷൻ തിയറം. എന്താണ് രണ്ട് ഫംഗ്ഷന്റെ കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് √2π ഇൻറ്റു എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ഡയറക്ട്ലി മൂവിങ് ടു അവർ പ്രൂഫ്. പ്രൂഫിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് പോവാം. ഓക്കെ, പ്രൂഫ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു, എഫ് ഓഫ് എഫ് കൺവല്യൂഷൻ ജി. ഓക്കെ, അപ്പോൾ കൺവല്യൂഷൻ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാം. 1/√2π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് സ്റ്റാർ ജി അല്ലേ. എഫ് സ്റ്റാർ ജി എന്നത് എഴുതാം. എഫ് സ്റ്റാർ ജി e⁻iwx ഇൻറ്റു dx. കണ്ടല്ലോ. ഇനി എഫ് സ്റ്റാർ ജിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെ. 1/√2π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് സ്റ്റാർ ജിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് പി ജി ഓഫ് എക്സ് മൈനസ് പി ഡി പി ഇൻറ്റു എന്താണ് e⁻iwx dx. അത്രേ ഉള്ളൂ. ആളെന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഞാൻ എക്സ് മൈനസ് പിക്ക് ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്നാവും. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ എന്നും ആവും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും, ഡി എക്സ് ഈക്വൽ ടു ഡി പി പ്ലസ് ഡി ക്യൂ അല്ലേ എന്ന്. ഡി എക്സ് ഈക്വൽ ടു ഡി പി പ്ലസ് ഡി ക്യൂ അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. എനിക്ക് സംശയം തോന്നി. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പീനെ ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യമാണ്. ഫോർ ടൈം ബീങ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. കാരണം എന്താണ് അവിടെ സംഭവിച്ചത്, പിയുടെ ഒരു റിലവൻസ് എന്താണെന്ന് ടെക്സ്റ്റിലും പറയുന്നില്ല. പി എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും പറയുന്നില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഒരു ഡിസപ്ഷൻ എന്നുള്ള രീതിയിൽ പീനെ കൊടുത്തന്നേ ഉള്ളൂ. ഒരു എന്താ പറയേണ്ടത്, ഇവിടെ ജിയുടെ എഫിന്റെയും ചേഞ്ചിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളായിരിക്കും. അപ്പോൾ അതൊന്ന് എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, ടെക്സ്റ്റിലും കാര്യമായി പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്, ഡി എക്സ് അല്ല ഇവിടെ ഡി പി ആണ്, മിസ്റ്റേക്ക് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ, അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ക്യൂ. പിനെ ഒരു കോൺസ്റ്റന്റ് ആയി കണ്ടു എന്ന് സൈഡിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല എങ്കിലും. അപ്പൊ ഞാൻ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഇവിടെ വരുത്തുകയാണ്. എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് കൺവല്യൂഷൻ ജി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 1/√2π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് പി എക്സ് മൈനസ് പിന് ക്യൂ കൊടുക്കാം. അപ്പോൾ ജി ഓഫ് ക്യൂ ഇൻറ്റു ഡി പി ഇൻറ്റു e⁻iw എക്സിന് പകരം പി പ്ലസ് ക്യൂ, ഡി എക്സിന് പകരം ഡി ക്യൂ. കണ്ടല്ലോ. ശരി, അപ്പൊ നമുക്ക് നോക്കാം. -1/√2π നോക്കുക. രണ്ട് ഇന്റഗ്രലും -∞ ടു ഇൻഫിനിറ്റി ആണ്. കൂടാതെ രണ്ട് ഇന്റഗ്രലും -∞ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വരുത്താൻ പോവുകയാണേ. നോക്കുക, ഇവിടെ ഈ ഫംഗ്ഷൻ ക്യൂവിലുള്ള ഫംഗ്ഷനാണ്. പിയിലുള്ളതിൽ ഇവിടെ കാര്യമില്ലല്ലോ. പിയിലുള്ള ഫംഗ്ഷന് ഇവിടെ റോളില്ല. അതുകൊണ്ട് ഞാൻ ഈ ജി ഓഫ് ക്യൂവിനെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് വിൽ ബി
എഫ് ഓഫ് പി ഇൻറ്റു എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു പി ഡി പി ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ക്യൂ ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു ഇൻറ്റു ക്യൂ ഡി ക്യൂ. ഇങ്ങനെ ഇയാളെ മാറ്റി, ഒന്ന് മാറ്റി. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് പി ഇ റൈസ് ടു മൈനസ് ഡബ്ല്യു പി ഡി പി. ഇത് എങ്ങനെ വന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇ റൈസ് ടു മൈനസ് ഡബ്ല്യു എക്സ് ഇൻറ്റു പി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ക്യൂ. ഇയാളെ എക്സ്പാൻഡ് ചെയ്ത് മാറ്റി എഴുതിയതാണ്. അപ്പോൾ ആ രണ്ടുപേരെയും ഞാൻ ഇവിടെ അങ്ങ് ആഡ് ചെയ്തു. രണ്ടുപേർക്ക് മാറി മാറി കൊടുത്ത് ആളെ അങ്ങ് ആഡ് ചെയ്തു. കണ്ടല്ലോ, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടന്നത്. ആൻഡ് ഞാൻ 1/√2π √2π ഞാൻ ഇവിടെ കൊടുക്കുന്നു. 1/√2π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് പി ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു പി ഡി പി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ക്യൂ ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു ക്യൂ ഡി ക്യൂ. കണ്ടല്ല, ഇങ്ങനെ മാറ്റി. സോറി, ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. 1/√2π. സത്യം പറഞ്ഞാൽ ആദ്യം ഇവിടെ 1/√2π ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൂടെ ഒരു 1/√2π മൾട്ടിപ്ലൈ ചെയ്തു, കൂടെ √2πയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കുഴപ്പമില്ലല്ലോ, ഓൾ ഗുഡ് അല്ലേ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ഇയാള് നിങ്ങൾക്കറിയാം എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ്. അയാള് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ്. ആൻഡ് ഇയാൾ എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ആൻഡ് ഹെൻസ് വി ആർ പ്രൂവ്ഡ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് കൺവല്യൂഷൻ ജി ഈസ് ഈക്വൽ ടു √2π ഇൻറ്റു എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. കണ്ടല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളെ പറ്റി ഒന്ന് നോക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും സ്പീക്കിംഗ് ട്രൂത്ത് എനിക്ക് കൺവീനിയന്റ് ആയിരുന്നില്ല. സ്പീക്കിംഗ് ട്രൂത്ത് അതാണ് കാര്യം, എനിക്കത് കൺവീനിയന്റ് ആയിരുന്നില്ല ഈ ഒരു തിയറത്തിന്റെ പ്രൂഫിലേക്ക് വന്ന വഴി. പക്ഷെ ഇതാണ് അവിടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റിൽ ഇതാണ് കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ടൈം ബീങ് നമുക്ക് ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം, കാരണം ടെക്സ്റ്റിലുള്ളത് എഴുതിയ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അത്ര സുഖകരമല്ലാത്ത ഒരു 3 തിയറം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. 2 തിയറം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര അങ്ങോട്ട് സുഖകരമല്ലാത്ത തിയറം. ഇപ്പോൾ ഒരു കല്ലുകടി വരാറുണ്ട്, നമുക്കത് കൺസെപ്റ്റ് ഒക്കെ നമുക്ക് സുഖകരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. സാരമില്ല, എന്തായാലും ഒന്ന് നോക്കാം. നമുക്ക് പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കുക. ആൻഡ് ദാറ്റ് ഈസ് അവർ പ്രൂഫ്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ഇപ്പൊ നമ്മളെ പ്രൂവ് ചെയ്തത് എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതി √2π ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. നമ്മൾ ഇയാൾക്ക് വേറൊരു ടൈപ്പ് ഓഫ് എന്താണ് നൊട്ടേഷനും കൂടെ നമുക്കറിയാം. എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു ജി ക്യാപ്പ് ഓഫ് ഡബ്ല്യു. ഓർമ്മ കാണുമല്ലോ, ഈ ഒരു നൊട്ടേഷൻ നിങ്ങൾക്ക് ഓർമ്മ കാണണം. എഫ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു ഇൻറ്റു ജി ക്യാപ്പ് ഓഫ് ഡബ്ല്യു. അപ്പൊ ഞാനിവിടെ രണ്ട് സൈഡിലും ഫൊറിയർ ഇൻവേഴ്സ് എടുക്കുകയാണ് കേട്ടോ. ഫൊറിയർ ഇൻവേഴ്സ് എടുക്കുകയാണ്. ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇൻറ്റു √2π മൈൻഡ് ചെയ്യേണ്ട കോൺസ്റ്റന്റ് ആണ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ക്യാപ് ഡബ്ല്യു ഇൻറ്റു ജി ക്യാപ് ഡബ്ല്യു. കണ്ടല്ലോ, ജി ക്യാപ് ഡബ്ല്യു. അപ്പം എഫ് ഇൻവേഴ്സ് എഫ് എന്താവും? എഫ് സ്റ്റാർ ജി തന്നെ ആവും, അതിൽ നിങ്ങൾക്ക് സംശയമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു √2π ഇൻറ്റു എഫ് ഇൻവേഴ്സിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്താണ്? 1/√2π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷന്റെ സ്ഥാനത്ത് വരുന്നത് ഇയാളാണ്. എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു ഇൻറ്റു ജി ക്യാപ് ഓഫ് ഡബ്ല്യു, അതാണ് ഫംഗ്ഷന്റെ സ്ഥാനത്ത് വരുന്നത്.
into e raised to iwx. e raised to iwx into dw. ഇതാണ് എന്താണ് f inverse of something. അയാളുടെ ഫോർമുല ഇതാണ്. മൈനസ് 1/√2 pi minus infinity to infinity that function ഇതിന്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ into e raised to iwx into dw. Keeping that in mind നമ്മൾ ഇത് ചെയ്തു. Also √2 pi വെട്ടിപ്പോവും. And what is remaining is integral minus infinity to infinity f cap of w into g cap of w e raised to iwx into dw. എന്താണ് കൺവല്യൂഷന്റെ പുതിയൊരു ഫോർമുലയാണ് നമുക്ക് കിട്ടിയത് ഇവിടെ. നോട്ടായിട്ട് ജസ്റ്റ് അവർ പറയുന്നേ ഉള്ളൂ, പക്ഷെ ഒന്ന് റിമൈൻഡ് നിങ്ങളൊന്ന് എന്താണ് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. എന്താണ് കൺവല്യൂഷന്റെ ഒരു ഫോർമുല എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ് എഫിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇൻറ്റു ജിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം. ഇതൊക്കെ അറിയാമെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ഫംഗ്ഷന്റെ എന്താണ് കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എഫിന്റെയും ജിന്റെയും ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. എഫിന്റെയും ജിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ പോലും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. എഫും ജിയും തന്നിട്ടില്ല, അവളുടെ ഫൊറിയർ ട്രാൻസ്ഫോം മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിൽ നിന്ന് ഫൊറിയർ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാലേ ആ ഫംഗ്ഷൻ കിട്ടത്തുള്ളൂ. ആ രണ്ട് ഫംഗ്ഷനെ കണ്ടുപിടിച്ച് പിന്നെയും ഫൊറിയർ ഇന്റഗ്രൽ ചെയ്യുന്നതിനേക്കാളും കൺവല്യൂഷൻ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും എളുപ്പമല്ലേ ഈ സ്റ്റെപ്പ്. അപ്പോൾ ഫംഗ്ഷന്റെ ഫൊറിയർ ഇന്റഗ്രൽ രണ്ടുപേരും അറിയാമെങ്കിൽ അയാളുടെ കൺവല്യൂഷൻ കണ്ടുപിടിക്കുന്ന വളരെ എളുപ്പമാണ്. പ്രോഡക്റ്റ് എടുക്കുക, e raised to minus iwx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു dw. We have your answer. And that concludes our second module and the portions too. Okay, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സെഷൻ പറ്റുമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.